Good morning, ma'am. 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 Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. അപ്പൊ നമുക്ക് പ്രയറോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? പ്രയർ ആരാ ചെയ്യുന്നേ? ആരാ പ്രയർ ചെയ്യുന്നേ? അനീറ്റ ജെയിംസ് ഒരു പ്രയർ ചെയ്യാവോ? അനീറ്റ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നേ. ഹോസ്പിറ്റലിലാ ഞാനിപ്പോ വാർഡിൽ ഇരിക്കുക. അയ്യോ സോറി സർജറി വേറെ ആരാ ചെയ്യുന്നത്? സാരില്ല പിന്നെ ചെയ്യാം. എന്ത് പറ്റി അനീറ്റയ്ക്ക്? എന്ത് പറ്റി? സർജറി ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പൊ അത് ഇന്ന് കഴിഞ്ഞു. എന്നെ ഇന്ന് ഡിസ്ചാർജ് ആക്കാന്ന് പറഞ്ഞു. സർജറി ഇങ്ങനെ എന്റെ റൈറ്റ് ആക്സിലിൽ ഒരു ചെറിയ ഒരു സിസ്റ്റ് പോലെ ഉണ്ടായിരുന്നു. അത് റിമൂവ് ചെയ്തു. അപ്പം അതിന് ബയോപ്സിക്ക് അയച്ചേക്കും. ആ റിപ്പോർട്ട് കിട്ടണം ഇനി. പേടിക്കൊന്നും വേണ്ടിട്ടോ, വേഗം സുഖാവോ കേട്ടോ. ഓക്കെ മാം. ഓക്കെ. ഷംന നിഷാദെ ഒരു പ്രയർ ചെയ്തേ. നിങ്ങൾ തന്നെ വില്ലിങ് ആവണം കേട്ടോ. എത്ര നേരമായി ഞാൻ പറയുന്നേ? ഒരാള് വില്ലിങ് ആയിട്ട് ചെയ്തേ. ആരും ചെയ്യാനില്ല. ഇത്രയും പേരുള്ള ക്ലാസ് അല്ലേ? ചെയ്യാം. ഇന്നലെ ചെയ്തിരുന്ന ആരെയും ചെയ്തോട്ടെന്ന് ഓർത്താണ്. എന്താണ്? ഇന്നലെ ചെയ്തിരുന്ന അപ്പൊ ആരേലും ചെയ്തോട്ടെന്ന് ഓർത്താ മിണ്ടാതിരുന്നേ. ആരും ചെയ്യുന്നില്ല. ഒരാള് അതിനെ ചുമതലപ്പെടുത്തട്ടോ, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്ക്. ഞാനാണ് അതിന്റെ കോർഡിനേറ്റർ. കോർഡിനേറ്റർ ആണ്, എന്നിട്ടാണ് മിണ്ടാതിരിക്കുന്നേ. ആരും ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇന്നലെ ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ട് കുട്ടിക്ക് ഛർദി വോമിറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് തിരക്കായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ക്ലാസ്സിൽ കയറിയിട്ട് ഇപ്പൊ ഒരാഴ്ചയായി. വയ്യായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ വേറെ ആരെങ്കിലും ഏൽപ്പിക്കാം കേട്ടോ. പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഒരാളെ പകരക്കാരിയായിട്ടൊന്ന് ഏൽപ്പിക്കുക. അപ്പൊ അവര് ചെയ്തോളൂ ആ കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ ചെയ്യാം. ദേവേശ്വർ PA ആളാണ് ഇന്നലെ ചെയ്തത്. യെസ് മിസ്, ഇന്നലെ ചെയ്തിരുന്ന അപ്പൊ ആരേലും ചെയ്തോട്ടെന്ന് ഓർത്ത് മിണ്ടാതിരുന്ന. എല്ലാവർക്കും അവസരം വേണ്ടേ? എല്ലാവർക്കും അവസരം വേണം. ആരും ചെയ്യുന്നില്ല. നമുക്ക് ഇനി നെക്സ്റ്റ് ഡേ തുടങ്ങി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ഒരാള് തന്നെ അത് നാളത്തെ ഈ ക്ലാസ് കഴിയുമ്പോ തന്നെ ഒരാളെ ചുമതലപ്പെടുത്തുക. ആരാണ് ചെയ്യേണ്ടത്, പ്രയർ ആരാണ് ചെയ്യേണ്ടത്, തോട്ട് ഓഫ് ദ ഡേ ആരാണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് കൊടുക്കുക. അപ്പൊ അവര് പിറ്റേ ദിവസം ചെയ്തോളൂ കേട്ടോ. ക്ലാസ് 11:30 ക്ലാസ് കഴിയുമ്പോ അപ്പൊ തന്നെ തീരുമാനിക്കുക. അപ്പൊ പിന്നെ വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, മോള് തന്നെ ചെയ്തോളൂ കേട്ടോ. ദേവേശ്വർ PA അങ്ങനെയാണോ? പേര് എങ്ങനെയാണോ? പേരെന്താ? അർച്ചനയാണ് മിസ്, എന്റെ കുഞ്ഞിന്റെ പേരാണ്. എന്റെ പേര് അർച്ചന.
ചെയ്തോളൂ കേട്ടോ, കുഴപ്പമില്ല. യാ കുന്ദേന്ദു തുഷാരഹാരധവളാ യാ ശുഭ്രവസ്ത്രാവൃതാ യാ വീണാവരദണ്ഡമണ്ഡിതകരാ യാ ശ്വേതപദ്മാസനാ യാ വീണാവരദണ്ഡമണ്ഡിതകരാ. അറിയുള്ളൂ മിസ്സേ, സംസ്കൃതം കുഞ്ഞിന്റെ സ്കൂളിലെയാ. അവനെ പഠിപ്പിച്ചോ. ഇംഗ്ലീഷിന്റെ ഇന്നലെ പാടിയായിരുന്നു, അപ്പം വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്ത് പിടിച്ചത്. അവന്റെ വിവേകാനന്ദ സ്കൂളിലെ സംസ്കൃതത്തിന്റെ. ഇംഗ്ലീഷ് ആണെന്നൊന്നും നിർബന്ധമില്ല. നമ്മളൊക്കെ മലയാളികളല്ലേ, മലയാളത്തിലെ പ്രാർത്ഥന പാടിക്കൂടെ? നമ്മളൊക്കെ അങ്ങനെയൊക്കെ ഇട്ട് വളർന്നിരിക്കുന്നത്. അവന്റെ പഴയ പേര് തപ്പിപ്പോയത്, അതൊന്നും പാടാനായിട്ട് കിട്ടിയില്ല. പാടിയതാ മിസ്. അത് തന്നെ ധാരാളം. മടിച്ചു നിൽക്കരുത്, മുമ്പോട്ട് വരണം. അങ്ങനല്ലേ നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്നേ. അപ്പൊ ബാക്കോട്ട് ഒരിക്കലും വലിഞ്ഞു പോകരുത്, മുമ്പോട്ട് തന്നെ വരിക. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ തന്നെ അത് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുക. നല്ല എനർജറ്റിക് ആയിട്ടുള്ള, നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പിള്ളേരാവുക നിങ്ങൾ കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി ചാപ്റ്ററിലോട്ട് വരാം. ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇൻട്രൊഡക്ഷൻ, കുറച്ച് ഡിസീസസിന്റെ പേര്, അതെങ്ങനെ പകരുന്നതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട ഇമ്മ്യൂണൈസേഷൻ അതിനകത്ത് വരുന്നതാണ്. ആദ്യത്തെ ഒരു പാരഗ്രാഫ് ഉണ്ട്, ഡിഫ്തീരിയ, പെർട്ടുസൈസ് ആൻഡ് ടെറ്റനസ്. ഇത് മൂന്നും ഒന്ന് വായിച്ചു നോക്കാം, ഒരൊറ്റ പാരഗ്രാഫ് മാത്രം കേട്ടോ. റീഡ് ചെയ്തിട്ട് ഒന്ന് തമ്പ് ചെയ്യാം. ഓക്കെ, അയച്ചു കഴിഞ്ഞു. അപ്പൊ ഡിഫ്തീരിയക്കെതിരെയും പെർട്ടുസിസ് അതുപോലെ ടെറ്റനസ്, ഈ 3 രോഗങ്ങൾക്കെതിരെയും എടുക്കുന്ന വാക്സിൻസിനെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത്. ഈ രോഗങ്ങളെ കുറിച്ച് കൂടുതലായിട്ടൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല, പക്ഷെ നമ്മൾക്ക് ഈ ഒരു ഡിസീസസിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പൊ ഫസ്റ്റ് വണ് ഡിഫ്തീരിയ. ഡിഫ്തീരിയയെ കുറിച്ച് എന്തെങ്കിലും ഒരു നോളജ് ഉണ്ടോ? നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ ഉള്ള ആർക്കെങ്കിലും ഈ രോഗം വന്നു പോയതായിട്ടുള്ള അറിവുണ്ടോ? തൊണ്ടമുള്ള എന്ന് പറയുന്ന അസുഖല്ലേ മിസ്? ത്രോട്ടിന്റെ ഭാഗത്ത് വരുന്ന? അതെ അതെ, തൊണ്ടമുള്ള എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇല്ല, ആരുമില്ല. ഇതുവരെ വന്നിട്ടില്ല. ചെറുപ്പത്തിലൊക്കെ വന്നിട്ടുണ്ടാവോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആർക്കെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? വന്നിട്ടില്ല. വന്നിട്ടുണ്ടെന്നോ? ഇല്ല ഇല്ല, വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഈ രോഗത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ചിലപ്പോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. അപ്പൊ ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഇത് ഫേസ് ചെയ്തിട്ടുണ്ടോ, ആരെങ്കിലുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക. ഈ ഒരു ഡിഫ്തീരിയ എന്ന് പറയുന്ന ഡിസീസ് പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത് കില്ലർ ഡിസീസ് എന്നാണ്. കാരണം ധാരാളം ആളുകള് ഇതിനെ തുടർന്ന് മരിച്ചിട്ടുണ്ടായിരുന്നു. പുറം രാജ്യത്തേക്ക്, അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ രോഗം പിടിപെട്ടിട്ട് വാക്സിൻസ് ഒന്നും പ്രോപ്പർ ആയിട്ട് ഉണ്ടായിരുന്നില്ല, ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല ഇതിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ആദ്യം ഇത്
എനിക്ക് തോന്നുന്നു നമ്മുടെ ആഫ്രിക്കൻ കൺട്രിയിലാണ് റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം അമേരിക്കയിലോട്ടും പിന്നെ റഷ്യയിലോട്ടൊക്കെ വ്യാപിച്ചു. അവിടെയൊക്കെ ധാരാളം ആളുകള് മരിക്കുകയുണ്ടായി. പിന്നീട് ഈ ഒരു ഞാൻ പറഞ്ഞു വാക്സിനോ അല്ലെങ്കിൽ ഇതിന് ട്രീറ്റ്മെന്റോ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് ആദ്യം പന്നികളിൽ പരീക്ഷണം നടത്തി ഈ ഒരു വാക്സിൻ. കുറേയധികം പരീക്ഷണങ്ങളൊക്കെ വന്നു. അതിനുശേഷം 2 സയന്റിസ്റ്റുകളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അവര് ഗിനിപ്പന്നികളില് ഡിഫ്തീരിയ വാക്സിൻ പരീക്ഷിക്കാനായിട്ട് ആരംഭിച്ചു. ആ പരീക്ഷണം വിജയകരമായി. അതിനെ തുടർന്ന് കുറച്ച് ആളുകളെ എടുത്തിട്ട് ഇവർ ഈ വാക്സിൻസ് പരീക്ഷിച്ചു. അതിലും വിജയം കണ്ടെത്തി. അതിനുശേഷമാണ് ഇത് വാക്സിൻ ആയിട്ട് എല്ലാവർക്കും കൊടുക്കാനായിട്ട് ആരംഭിച്ചത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് മരുന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അല്ലെങ്കിൽ വാക്സിൻ കൊടുത്തതിന് ശേഷം ആളുകളിൽ അസുഖം കുറഞ്ഞു വന്നു. കുറെ ആളുകൾ ഞാൻ പറഞ്ഞു, കുറെ ആളുകൾ ഇതുമൂലം മരിക്കുകയുണ്ടായി, കുറെ ആളുകൾക്ക് ആഫ്റ്റർ എഫക്റ്റുകൾ ഉണ്ടായി. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ വാക്സിൻ അവർക്ക് കൊടുത്തപ്പോൾ ആളുകളുടെ അസുഖം കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടെത്തി. ഓക്കെ, ദെൻ ഇത് സ്പ്രെഡ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ ഇത് ഈ രോഗം ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയയുടെ പേരറിയാമോ നിങ്ങൾക്ക്? ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഡിഫ്തീരിയ. ഏത് ബാക്ടീരിയയാണ് ഇത് സ്പ്രെഡ് ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന ബാക്ടീരിയ? ആരും പഠിച്ചിട്ടില്ലേ? എന്താണ് പറഞ്ഞോ? കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. അത് തന്നെ, അതാണ് ബാക്ടീരിയയുടെ പേര് കേട്ടോ. കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗമാണത് ഡിഫ്തീരിയ കേട്ടോ. കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. ഓക്കെ, ഈ ഒരു രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 2-5 ദിവസത്തിനുള്ളിൽ, അതായത് 2 to 5 ഡേയ്സിനുള്ളിൽ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകും. അങ്ങനെയാണ്. ഇത് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഒരാളുടെ ശരീരത്തിൽ ഇത് കയറി പറ്റി കഴിഞ്ഞാല് ആള് തുമ്മുകയോ അല്ലെങ്കിൽ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ തെറിക്കുന്ന ചെറു കണികകൾ ഉണ്ടല്ലോ, ഡ്രോപ്സ് ഉണ്ടല്ലോ. നമ്മൾ തുമ്മുമ്പോഴും അതുപോലെ തന്നെ ചുമയ്ക്കുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വായിൽ നിന്ന് മൂക്കിൽ നിന്നൊക്കെ ഡ്രോപ്സ് വരുന്നുണ്ട്. ആ ഡ്രോപ്സിലൂടെയാണ് ഈ രോഗം പടർന്ന് പിടിക്കുന്നത് മറ്റുള്ളവരിലേക്ക്. അതുപോലെ തന്നെ ഒരു ഡിഫ്തീരിയ രോഗി ഉപയോഗിക്കുന്ന ഗ്ലാസ്, അതുപോലെ തന്നെ കർച്ചീഫുകൾ, അതിലൂടെയും എന്ത് വരാം, ആളുകളിലേക്ക് മറ്റുള്ളവരിലേക്ക് രോഗം പടരാം. ചില രോഗികളില് പുറമേ രോഗലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ലെങ്കിലും രോഗം പിടിപെട്ട് ഒരാഴ്ച കാലത്തോളം രോഗം പരത്താനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. ചിലപ്പോ ഈ ഒരു ബാക്ടീരിയ ഉള്ളിൽ കയറിയിട്ടുണ്ടാകും, പക്ഷെ 2-5 ദിവസത്തിനുള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടാവും പറഞ്ഞു. ലക്ഷണങ്ങൾ സിംറ്റംസ് ഉണ്ടാകാം, പക്ഷെ ചിലവരിൽ അത് ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഒരാഴ്ച കാലത്തോളം ഇത് ശരീരത്തിനുള്ളിൽ ഒളിഞ്ഞിരുന്നിട്ട് മറ്റുള്ളവർക്ക് എന്ത് വരുത്താം, രോഗം സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ രോഗം എന്ന് പറഞ്ഞത് കുറച്ചും കൂടി എന്താണ്, ഇതിന്റെ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഹൈ ആണ്, വളരെയധികം. കാരണം മരണസംഖ്യ കൂടുതലാണ് ഇത് പിടിപെട്ട് കഴിഞ്ഞാല്. അപ്പൊ ഡിഫ്തീരിയ ബാക്ടീരിയ പുറപ്പെടുവിക്കുന്ന വിഷസമാനമായ ടോക്സിനുകൾ ഈ രോഗത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കും. ചില ടോക്സിൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ആ ടോക്സിൻസ് ആണ് ഈ രോഗത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? പിന്നെ പ്രധാനപ്പെട്ട സിംറ്റംസ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. സാധാരണ ഒരു ജലദോഷം പോലെ തന്നെ ഉണ്ടാകുന്നു. നമുക്ക് എങ്ങനെയാണ് സാധാരണ ഒരു ജലദോഷം ഉണ്ടാവില്ല, അതുപോലെ തന്നെയാണ് ഈ ഒരു രോഗത്തിന്റെ ആദ്യ ലക്ഷണം എന്ന് പറയുന്നത്. മൂക്കിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും, അതും രോഗത്തിന്റെ ഒരു ലക്ഷണമാണ്. ചുമയുണ്ടാകും. പിന്നെ തുപ്പലിറക്കുമ്പോൾ തൊണ്ടയ്ക്ക് വേദന ഉണ്ടാകും. നമ്മൾ ഉള്ളിലിറക്കില്ലേ, അപ്പൊ എന്ത് പറ്റും, തൊണ്ടയ്ക്ക് വേദന ഉണ്ടാകും. പിന്നെ ഏറ്റവും വലിയൊരു, അതായത് നമ്മളിപ്പോ ഡോക്ടറുടെ അടുത്ത് ചെന്നു, ഈ ഇത് ശരിക്കും പറഞ്ഞാൽ ജലദോഷപ്പനി അങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുന്ന സാധാരണയുള്ള സിംറ്റംസ് ആണ്. അപ്പൊ നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തിനോട് ഈ കാര്യം പറയുമ്പോൾ, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അദ്ദേഹം കുട്ടികൾക്കല്ല മുതിർന്നവർക്കാണെങ്കിലും ഒന്ന് വാ തുറന്ന് കാണിക്കാനായിട്ട് പറയും, അല്ലെ? നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒന്നാണ്. നിങ്ങളോടൊക്കെ പറയാറില്ലേ വാ തുറക്കാനായിട്ട് ടോർച്ചിടിച്ചൊക്കെ നോക്കില്ലേ, അങ്ങനെയുണ്ടോ? അപ്പോ ഡിഫ്തീരിയയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് വാ തുറന്ന് നോക്കുമ്പോൾ അകത്ത്, അതായത് നമ്മുടെ അണ്ണാക്കിന്റെ ഭാഗത്തായിട്ട് ഒരു വെള്ളപ്പാട പോലെ കാണാനായിട്ട് സാധിക്കും കേട്ടോ.
ഒരു പാൽപ്പാടില്ലേ, നമ്മുടെ പാലൊക്കെ ഒഴിച്ചൊഴിക്കുമ്പോൾ പാട് എന്ത് ചെയ്യും, മുകളിൽ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ അതേ ഷേപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഉള്ളിൽ, വായുടെ ഉള്ളിലായിട്ട് ഈ പാട പോലെയുള്ള ഒരു പാട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഡോക്ടർക്ക് ഉറപ്പിക്കാം ഈ കുട്ടിക്ക് ഡിഫ്തീരിയ. പ്രത്യേകിച്ച് സാധാരണ ഡോക്ടേഴ്സ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് ഈ ഒരു സിംറ്റം നോക്കിയിട്ടാണ്. കാരണം ജലദോഷവും ചുമയും ഒക്കെ നമുക്ക് സാധാരണയായിട്ട് ജലദോഷ പനികളിലോ അങ്ങനെയുള്ള വരുന്നതാണ്. പക്ഷെ ഈ ഒരു സിംറ്റം മാത്രം ഡിഫ്തീരിയ കേസുകളിൽ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കഠിനമായിട്ടുള്ള തലവേദന ഇതിന്റെ കൂടെ ഉണ്ടാകും, ഛർദി ഉണ്ടാകും, ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ടാകും, പിന്നെ കൈകാലുകള് തളർന്നു പോവുക, പിന്നെ മരണം വരെ സംഭവിക്കുന്ന കേസുകളും ഇതിനകത്തുണ്ടാകും. പിന്നെ കഴുത്തില് കഴല പോലെ കാണപ്പെടും കേട്ടോ, അതും ഇതിന്റെ ഒരു സിംറ്റം ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ശ്വാസ തടസ്സം, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാകും, അതുപോലെ തന്നെ സൗണ്ടില് വ്യത്യാസം വരും. ഓക്കെ, സാധാരണ സൗണ്ടിനേക്കാളും കുറച്ചുകൂടി ഒച്ച അടഞ്ഞിട്ടുള്ള ഒരു സൗണ്ട് ആയിരിക്കും ഡിഫ്തീരിയ രോഗികളിൽ നിന്ന് പുറത്തേക്ക് വരിക. ഇത്രയുമാണ് ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറയുന്നത് വായുടെ ഉള്ളില് വെള്ളപ്പാട് പോലെ കാണുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി ആർക്കൊക്കെയാണ് ഇത് പിടിപെടുന്നതെന്ന് നോക്കാം നമുക്ക്. സാധാരണ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഡിഫ്തീരിയ രോഗം ഉണ്ടാകുന്നത്. 2 വയസ്സിൽ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക്. പക്ഷെ കുട്ടികളിൽ നിന്ന് മുതിർന്നവരിലേക്കും ഈ രോഗം എന്ത് ചെയ്യാം, സ്പ്രെഡ് ചെയ്യാം കേട്ടോ. 2 വയസ്സിന് താഴെയാണ് കുട്ടികൾക്ക് ഇത് വരുന്നതെങ്കിലും അതിൽ നിന്ന് എന്ത് ചെയ്യാം, മുതിർന്നവരിലേക്ക് സ്പ്രെഡ് ചെയ്യാം. പ്രോപ്പർ വാക്സിനേഷൻ എടുത്ത കുട്ടികളാണെങ്കിൽ നമുക്ക് ഈ രോഗം അതായത് വരുന്നത് തടയാൻ നോക്കാം, അതായത് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. വാക്സിൻ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് സമയത്ത് വാക്സിൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ രോഗത്തിന് തടയിടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇതിനെ പ്രിവെന്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വാക്സിൻ എന്ന് പറയുന്നത് 90 to 95% ഇതിനെ പ്രിവെന്റ് ചെയ്യുന്ന വാക്സിൻ ആണ് DPT വാക്സിൻ. കേട്ടിട്ടുണ്ടോ നിങ്ങള് DPT വാക്സിൻ? കേട്ടിട്ടുണ്ട് മാം. ഫസ്റ്റ് 1.5 മാസം ഈ സ്ലൈഡിൽ നമ്മുടെ PDF കൊടുത്തിട്ടുണ്ട് DPT വാക്സിൻ എന്താണെന്നുള്ളത് അല്ലെ. അപ്പോ ഞാൻ പറഞ്ഞു ഇതിന്റെ മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതലാണ്. ഇറ്റ്സ് എ നോട്ടിഫയബിൾ ഡിസീസ്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു രോഗം തന്നെയാണ്. DPT വാക്സിൻ ആണ് ഇതിന് കൊടുക്കുന്ന വാക്സിൻ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു മരണസംഖ്യ കൂടുതലാണ്. കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു രോഗി, ഡിഫ്തീരിയ രോഗി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഉണ്ടാവുന്നതെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടുന്നതായിരിക്കും, ന്യൂമോണിയ വരെ സംഭവിച്ച് മരണം സംഭവിക്കാം. ഓക്കെ, ഓവറോൾ പിടികിട്ടിയല്ലോ ഡിഫ്തീരിയയെ കുറിച്ചിട്ട്. എന്താണ് താടവീക്കം നോക്കി പറയും, അത് ഇതല്ലോ. ക്ലിയർ അല്ല എനിക്ക്. ഈ താടവീക്കം എന്ന് പറയില്ലേ, നമ്മള് കഴുത്തിന്റെ ഇവിടെ ഇങ്ങനെ ഒരു ബോൾ പോലെ വരുന്ന സംഭവം, അത് ഇതാണോ? അത് മുണ്ടിനീരല്ലേ? നീരാണ്, അത് നമ്മൾ പഠിക്കും, അത് വരാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇത് പ്രധാനമായിട്ട് ഇതിന്റെ സിംറ്റം എന്ന് പറഞ്ഞാൽ വായ തുറന്നാൽ വെള്ളപ്പാട് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എക്സ്പീരിയൻസ് ഉണ്ടോ ആർക്കെങ്കിലും ഇങ്ങനെ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കോ ആർക്കെങ്കിലും ഈ ഒരു രോഗം വന്നിട്ടുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കി. ഇല്ല മാം, ഇത് കണ്ടിട്ടില്ല. ഈ മുണ്ടിനീര് താടവീക്കം അതൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പാട് പോലുള്ള ഇതുവരെ കണ്ടിട്ടുണ്ടോ? കൺഫ്യൂഷൻ. കണ്ടിട്ടില്ല അല്ലേ? ഓക്കെ. വാ തുറന്നാൽ എന്റെ ഇളയ മോന്റെ തൊണ്ടയിൽ ഇതുപോലെ വന്നിട്ടുണ്ട് മിസ്സേ. കാരണം ഞാനാണെങ്കിൽ എന്റെ സെക്കൻഡ് പ്രഗ്നൻസി ടൈമിൽ എനിക്ക് അറ്റാക്ക് ആയിരുന്നേ, പൾമിനറി എംബോളിസം ആയിരുന്നു. അങ്ങനെ ശ്വാസകോശത്തിൽ ബ്ലഡ് ക്ലോട്ട് ആയിട്ട് അറ്റാക്ക് ആയിരുന്നു എനിക്ക്. അപ്പൊ അങ്ങനെ ഞാനൊരു 19 ദിവസത്തോളം ICCUവിലായിരുന്നു. അപ്പൊ കുഞ്ഞിന് യാതൊരു രീതിയിലും എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് ഈ ബ്ലഡ് ക്ലോട്ട് അലിയാനുള്ള മരുന്ന് ചെയ്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നേ. അപ്പം മുതൽ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഇവന് ലാക്ടോജന് കൊടുത്തോണ്ടിരുന്നേ. അവിടെ നമ്മൾ ആദ്യം കൊണ്ടുപോയി കൊടുത്ത്, പിന്നീട് ഈ ദിവസങ്ങൾക്ക് ശേഷം എന്റെ പാൽ അങ്ങോട്ട് കുടിക്കാൻ തുടങ്ങിയപ്പം ഇവന് ഇത് നിറയാതെ വന്നു. എനിക്ക് പാലിന്റെ അളവ് വളരെ കുറവായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഈ സ്ഥിരം ഈ കുപ്പിപ്പാൽ കുടിച്ച് നമുക്ക് ആദ്യം അറിയത്തില്ലായിരുന്നേ. 1-2 ദിവസം കുഞ്ഞ് പാല് കുടിക്കാൻ നേരത്ത് ഇറക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കാണിച്ചപ്പോഴത്തേക്കിനും ഞങ്ങൾ വിചാരിച്ചു ഇനി മൂക്കടഞ്ഞിരിക്കുന്നത് കൊണ്ടായിരിക്കും
എന്നുള്ള ഒരു കാരണം നമുക്ക് ശ്വാസം മുട്ടുമ്പോൾ ഇങ്ങനെ വരുമല്ലോ. പക്ഷെ വീണ്ടും ഇത് കുഞ്ഞൊന്ന് വൈകുന്നേരം ഇത് കുടിക്കാതെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ വായ്ക്കകത്തൊക്കെ നോക്കിയപ്പം ഈ തൊണ്ടയുടെ ഭാഗത്തായിട്ട് വെള്ള പൂപ്പല് പോലെ, നാക്കിലല്ല നമ്മുടെ തൊണ്ടയ്ക്കകത്ത് വെള്ള പൂപ്പല് പോലെ അവിടെ ഇവിടെ ആയിട്ട് കാണാൻ തുടങ്ങി. അപ്പൊ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ടെൻഷൻ ആയിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോഴത്തേക്കിനും അപ്പൊ തന്നെ അവരൊരു നമുക്കൊരു ലിക്വിഡ് പോലെ ഒരു സാധനം തന്നു. അത് പക്ഷെ ഒരു 2-3 തുള്ളി ഡ്രോപ്സ് ചെന്നപ്പോ തന്നെ ഇത് മാറി. പക്ഷെ 2-3 ദിവസമൊക്കെ കുഞ്ഞിന് ഉമിനീരിറക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അന്നത് എന്ത് അസുഖമായിരുന്നെന്നോ അല്ലെങ്കിൽ എന്തിന്റെ ആരംഭമായിരുന്നെന്നോ ഒന്നും നമുക്ക് ഡോക്ടർ പറഞ്ഞു തന്നില്ല. പക്ഷെ പിന്നീടായപ്പം എനിക്ക് മനസ്സിലായി ഒരു പക്ഷെ ഇങ്ങനെ നമ്മളെ, കാരണം അമ്മയായിരുന്നു ആ സമയത്തൊക്കെ കുഞ്ഞിനെ ഫീഡ് ഒക്കെ ചെയ്തോണ്ടിരുന്നതേ. ചിലപ്പോ ഈ നമ്മൾ കറക്റ്റ് തിളപ്പിച്ച് ഒക്കെ ആ നിപ്പിള് കറക്റ്റ് ആയിട്ട് തിളപ്പിക്കാതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഫീഡ് ചെയ്തുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിട്ടായിരിക്കും കുഞ്ഞിന് തൊണ്ടയ്ക്ക് അങ്ങനെ വന്നേ എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായി. പിന്നെ ഈ രോഗത്തെ പറ്റി അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഇതിന്റെ എന്തെങ്കിലും ഒരു ആരംഭം ആയിരുന്നായിരിക്കാം അത്. താങ്ക് യു. ഓക്കെ എക്സ്പീരിയൻസ് കേട്ടോ. ഓക്കെ, ഇനി വേറെ ആർക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ മാം, ഞാൻ തിരുച്ചിയുള്ള ആളാട്ടാ. അപ്പൊ എന്റെ കുട്ടികളുടെ ഒക്കെ ചെറുപ്പത്തിൽ ഇതുപോലെ എന്റെ കുട്ടികൾക്ക് വന്നിട്ടില്ല. പക്ഷെ വേറെ എന്റെ ഹസ്ബൻഡിന്റെ അമ്മ അങ്ങനെ വേറെ കുട്ടികൾക്ക് വന്നിട്ട് തൊണ്ടയില് എന്താ ഉപ്പും മഞ്ഞളോ എന്നുള്ളത് ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ എന്തോ വെച്ച് അമർത്തി കൊടുത്ത് ചെയ്തു കൊടുക്കണ കണ്ടിട്ടുണ്ട്. അത് ഇതന്നെയാണെന്നുള്ളത് അന്ന് ഇപ്പൊ അത്രയ്ക്ക് എന്താന്നുള്ളത് അറിയണ്ടായിരുന്നില്ല. തൊണ്ടമുള്ളു എന്നാണ് അന്നൊക്കെ പറയാറില്ല. അങ്ങനെ പറഞ്ഞിട്ടാണ് ചെയ്തു കൊടുക്കാറുള്ളത്. എന്നിട്ട് അങ്ങനെ മാറിയിട്ടുണ്ട്. അങ്ങനത്തെ ചില അനുഭവം ഉണ്ട്, ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഓക്കെ, വേറെ ആർക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞു, ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഡോക്ടർ കണ്ടുപിടിക്കുന്നത് വായ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ തൊണ്ടയുടെ ഭാഗത്തായിട്ട് ഒരു പാട പോലെ കാണാം എന്ന് പറയുന്നത് അല്ലെ. ഇനി ഇത് ഒന്നും കൂടി കൺഫേം ചെയ്യാനായിട്ട് ഇത് ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്? തൊണ്ടയിലെ സ്വാബ് എടുത്തിട്ട് അല്ലെങ്കിൽ സ്രവം എടുത്തിട്ടാണ് എന്ത് ചെയ്യാം, ഇത് ടെസ്റ്റിന് കൊടുക്കും. എന്നിട്ടാണ് എന്ത് ചെയ്യാം, ഇത് ഡിഫ്തീരിയ ആണെന്ന് ഡോക്ടേഴ്സ് ഉറപ്പിക്കുന്നത്. ഓക്കെ, പെട്ടെന്ന് പിടി കിട്ടും, കാരണം ഡോക്ടേഴ്സ് ഇതുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത്. എന്നാലും എന്ത് ചെയ്യണം, ഇതിന്റെ പല്ലിന്റെ ഭാഗത്തൊന്നും വരില്ല കേട്ടോ, പല്ലിന്റെ ഭാഗത്ത് വരില്ല. ഇത് പല്ലിന്റെ എന്തെങ്കിലും ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ടതായിരിക്കുള്ളൂ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആ തൊണ്ടയിലെ സ്രവം എടുത്തിട്ടാണ് സ്വാബ് എടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്തിട്ട് അത് കൺഫേം ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കിയാൽ നിങ്ങൾ ഇതൊന്നും ആരെങ്കിലും പറഞ്ഞു തന്നു PDF കാര്യം എന്താണ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? വാക്സിൻസ് ആണ് ഇതിനെ കുറിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇതിന് ഡിഫ്തീരിയക്കായാലും പെർട്ടുസിസിനായാലും ടെറ്റനസിനായാലും നമ്മൾ കൊടുക്കുന്ന വാക്സിൻ DPT എന്ന് പറയുന്ന വാക്സിൻ ആണ്. അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പറയട്ടോ, ജ്യോതിലക്ഷ്മി ഒന്ന് വായിച്ചിട്ട് പറഞ്ഞേ. നേരത്തെ വായിച്ചതായിരുന്നു, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണെന്നത്. മിസ്സേ, ഞാൻ അതിന്റെ ഇടയ്ക്ക് മോടെ പുറകിന് പോയി മോളിന്ന് വഴക്കുണ്ടാക്കി ഓടിപ്പോയി അടുത്ത ആളുടെ ഏൽപ്പിച്ചിട്ട് വരുവാ. അതെയോ? ഓക്കെ, ഞാൻ വിചാരിച്ചത് റെക്കോർഡ് കേൾക്കാന്ന്. ഓക്കെ, സാരില്ല. വേറൊരാൾ പറഞ്ഞേ, നിങ്ങൾ തന്നെ തയ്യാറാവാ കേട്ടോ, ഞാൻ ഇങ്ങനെ പേര് വിളിക്കണ്ടല്ലോ. ഞാൻ പറയാം. വെരി ഗുഡ്. The first is given when the baby is 6 weeks old. ആദ്യത്തെ ഡോസ് കൊടുക്കുന്നത് വാവയ്ക്ക് 6 മാസം 6 ആഴ്ച പ്രായമുള്ളപ്പോഴാണ്. Followed by the second at 10 weeks. അതിന്റെ അടുത്ത രണ്ടാമത്തെ ഡോസ് കൊടുക്കുന്നത് 10 വീക്ക്, അതായത് 10 ആഴ്ച പ്രായമുള്ളപ്പം. Then the third at 14th week. അതിനുശേഷം 14ാമത്തെ വീക്കില്, ജനിച്ചതിന് ശേഷം 14ാമത്തെ വീക്കില് DTPയുടെ 3ാമത്തെ ഡോസ് കൊടുക്കുന്നു. At 18th month, അതിനുശേഷം 18ാമത്തെ മാസത്തിലും, ആൻഡ് എഗെയിൻ 4th and half years. അതിന് ശേഷം 1.5 വയസ്സിലെ ഡോസ് അല്ലേ മാം പറയുന്നത്? 1.5 വയസ്സിലെ ഡോസ്. അതെനിക്ക് ആദ്യത്തെ എൻ്റെ വാവയ്ക്ക് കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ആദ്യത്തെ കുഞ്ഞു വാവയാകുമ്പം 3 മാസം 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തതിന് ശേഷം
പിന്നെ നമ്മൾ 1.5 വയസ്സിൽ കൊടുക്കുന്നത്. ആ DTP ഡോസ് അല്ലേ പറയുന്നേ? അതെ അതെ അത് തന്നെയാ പറയുന്നത് കേട്ടോ. ഈ 1.5 ബൂസ്റ്റർ വയസ്സിനും 2 വയസ്സിനും ഇടയിലാണ് പിന്നീട് കൊടുക്കുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം കേട്ടോ. പറഞ്ഞോളൂ ചേച്ചി പറഞ്ഞോളൂ. A booster DTP shot is given full stop between the ages of 12 and 14 years. ബൂസ്റ്റർ DTP കൊടുക്കുന്നത് 12-നും 14 വയസ്സിനും ഇടയിലാണ്. The children is given a booster for diphtheria and tetanus, but not for a petusia. ആ പെറ്റൂഷ്യ ഒഴിച്ച് ബാക്കി ഡിഫ്തീരിയയ്ക്കും ടെറ്റനസിനും 12 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ കൊടുക്കുന്നു. അപ്പൊ അതൊന്ന് ക്രമമായിട്ടൊന്ന് അറേഞ്ച് ചെയ്തൊന്ന് പറഞ്ഞേ. ആദ്യത്തെ എങ്ങനെയാ കൊടുക്കുന്നേ? ഫസ്റ്റ് ഏതാണ്? ഏത് വീക്കിലാണ് കൊടുക്കുന്നത്? ഫസ്റ്റ് ജനിച്ചിട്ട് 6 ആഴ്ച പ്രായമാകുമ്പോ. അത് ഹോസ്പിറ്റലിൽ നമ്മൾ കൊടുക്കില്ലേ? എന്താണ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്? Then second 10th വീക്കില്. ഇതിലല്ല മാം കൊടുക്കുന്നേ, ഓരോരോ മാസത്തിൽ കൊടുക്കുന്നതാണല്ലോ. ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, തേർഡ് മന്ത്. ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ DPT വാക്സിൻ കൊടുക്കുന്നത് ആദ്യം നമ്മൾ കൊടുക്കുന്നത് 6th വീക്കിലാണ്. 6 ആഴ്ച പ്രായമുള്ളപ്പോൾ കൊടുക്കും. ഓക്കെ, അതായത് നമ്മള് ഫസ്റ്റ് തന്നെ ഹോസ്പിറ്റലിൽ നമ്മള് എന്താ പറയാ, കുഞ്ഞ് ജനിച്ച ആ ഒരു സമയത്ത് തന്നെ ചിലപ്പോ ചില ഹോസ്പിറ്റലൊക്കെ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലൊക്കെ വീട്ടിലേക്ക് കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയിട്ട് പിന്നീട് കുഞ്ഞിന് ഒരു 6 ആഴ്ച പ്രായമാകുമ്പോഴാണ് ഫസ്റ്റ് ഡോസ് ആയിട്ട് കൊടുക്കുക. 6th വീക്ക്, പിന്നെ 10th വീക്കിൽ കൊടുക്കും. അതുപോലെ തന്നെ 14th വീക്കിൽ ഒന്ന് കൊടുക്കാറുണ്ട്. ഈ ഒരു DPT വാക്സിൻ കുഞ്ഞിന് കൊടുക്കാറുണ്ട്. ഇതിനെയാണ് പ്രൈമറി ഡോസ് എന്ന് പറയുന്നത്. ഈ 3 പ്രാവശ്യമായിട്ട് ഈ വാക്സിൻ കൊടുക്കുന്നതിനെ പ്രൈമറി ഡോസ് എന്നാണ് പറയുന്നത്. അതിനുശേഷം കുഞ്ഞിന് 1.5 വയസ്സാവുമ്പോൾ, 1.5 വയസ്സെന്ന് പറഞ്ഞാൽ കറക്റ്റ് 1.5 അല്ല, 1.5 വയസ്സിനും 2 വയസ്സിനും ഇടയില്, പിന്നീട് 4.5 വയസ്സിനും 5 വയസ്സിനും ഇടയില്, പിന്നീട് 12 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ എന്ത് കൊടുക്കുന്നു? രണ്ടാമത്തെ ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നു. അപ്പൊ പ്രൈമറി ഡോസ് ഞാൻ പറഞ്ഞു 6th വീക്ക്, 10th വീക്ക്, 14th വീക്ക്. ദെൻ ബൂസ്റ്റർ ഡോസിന്റെ കാലയളവ് എപ്പോഴാണ്? 1.5 to 2, ദെൻ 4.5 to 5, അതുപോലെ തന്നെ 12 to 14. ഈ സമയത്താണ് ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? ബൂസ്റ്റർ ഡോസും പ്രൈമറി ഡോസും മനസ്സിലായോ? 4.5 അതൊന്ന് പറഞ്ഞേ. 4.5 to 5 അല്ലെങ്കിൽ 4 to 5 ആ ഒരു ഏജിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം എന്നില്ല. 4 to 5 ആണ് കറക്റ്റ്, അല്ലെങ്കിൽ 4.5 to 5 ഈ ഒരു സമയത്താണ് നമ്മൾ എന്ത് കൊടുക്കുക? കുട്ടിക്ക് രണ്ടാമത്തെ ബൂസ്റ്റർ കൊടുക്കുക. ഓക്കെ, പിന്നീട് 12നും 14നും ഇടയ്ക്ക്, ചില കേസുകളിൽ 15 വരെ ആവാം കേട്ടോ, അങ്ങനെയും വരാം. ഓക്കെ, അപ്പോ ആ ഒരു ഇതും അവിടെ, അതാണ് ബൂസ്റ്റർ ഡോസ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ്, പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും മലപ്പുറം പോലുള്ള ജില്ലകളില് ഡിഫ്തീരിയ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഡിഫ്തീരിയ പിടിപെട്ട് ഒരു കുടുംബത്തില് 2018 ആണെന്ന് തോന്നുന്നു, ഒരു കുടുംബത്തില് 4-5 പേരെന്തോ മരണപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഡിഫ്തീരിയ റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശമാണെങ്കിൽ അവിടെ 10 വർഷം കൂടുമ്പോൾ ആ ലൊക്കാലിറ്റിയിലുള്ള ആളുകൾക്ക് DPT പ്രത്യേകം കൊടുക്കുന്നതായിരിക്കും. അങ്ങനെയും ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മലപ്പുറത്തുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞോ മിസ്. അതായത് ഡിഫ്തീരിയ കേസ് ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന, നിങ്ങൾ ഇടയ്ക്കൊക്കെ ന്യൂസ് വെച്ചാൽ അറിയാൻ പറ്റും ഇങ്ങനെയുള്ള ചില ഡിഫ്തീരിയ കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തു. മലപ്പുറത്താണ് ഇപ്പോഴും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ ആ റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശമാണെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക്, അതായത് ആ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രദേശം ഉണ്ടല്ലോ, ആ ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് 10 വർഷം കൂടുമ്പോൾ DPT വാക്സിൻ കൊടുക്കാറുണ്ട്. ഗവൺമെന്റ് പ്രത്യേകം ഇടപെട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ മിസ്സേ, ഞാൻ ഒരു കാര്യം കൂടി ഷെയർ ചെയ്തോട്ടെ. ഞാനൊരു സിംഗറാണേ. അപ്പോ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സെയിം ഒരു സിംഗറിന്
ഇതുപോലെ തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു കുറേ നാള് തൊണ്ടയടപ്പ് ഇങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് സ്ഥിരം തൊണ്ടയടപ്പുള്ള ആളാ. അപ്പൊ എന്റെ അടുത്ത് വിളിച്ചിട്ട് പറയുമായിരുന്നു, എനിക്ക് ഇതുപോലെ തൊണ്ടയടപ്പാ, ഉമിനീരിറക്കാൻ വയ്യ, ഇപ്പൊ പ്രോഗ്രാം ഒക്കെ കുറവായി എടുക്കുന്നേന്നൊക്കെ പറഞ്ഞു. പക്ഷെ കുറേ നാളിന് ശേഷം ഈ ചേച്ചിക്ക് ഇത് സ്ഥിരമായപ്പോഴത്തേക്കിനും എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ഇവര് ഹോസ്പിറ്റലിൽ കാണിച്ചു. ഈ തൊണ്ടയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അവിടെ ട്രിവാൻഡ്രത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോഴത്തേക്കിനും ഈ ചേച്ചിക്ക് ഡിഫ്തീരിയയുടെ സിംറ്റംസ് ഉണ്ട്. ഞാൻ ഇപ്പൊ മിസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ ഓർത്തത്. അപ്പം ഞാനത് എങ്ങനെ വന്നു, എനിക്കപ്പൊ ഈ അസുഖത്തിനെ പറ്റിയിട്ട് അറിവില്ല. അപ്പം ഈ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത്, ആ മൈക്ക് നമ്മൾ പലരും ഉപയോഗിക്കുന്ന മൈക്കിലല്ലേ മിസ്സേ നമ്മൾ പാട്ട് പാടുന്നത്. നമ്മൾ പാടാൻ ചെല്ലുമ്പോഴേ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഗാനമേളയ്ക്ക് പോകണമെങ്കിലും എന്ത് പരിപാടിക്ക് പോവുകയാണെങ്കിലും പലരും മെയിൻ മൈക്ക് ഒന്നേ കാണത്തുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് സപ്പോർട്ട് മൈക്കുകളാ തരുന്നത്. ഈ കോഡ്ലെസ് പലരും, നമ്മൾ ഒരാൾ ചുണ്ടിൽ അടുപ്പിച്ച് പിടിച്ച് പാടുന്ന ടൈപ്പ് ആളായിരിക്കും, ചിലർ ഇച്ചിരി അകത്ത് പിടിക്കും. ഞാനൊക്കെ ചുണ്ടി മുട്ടിച്ചാ മൈക്ക് പിടിക്കുന്നത്, മിക്കവരും അങ്ങനെ പാടുന്നത്. അപ്പൊ ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ മൈക്ക് പലരും ഉപയോഗിച്ച മൈക്ക് ഉപയോഗിച്ചാലും ഈ അസുഖം നമുക്ക് ഉണ്ടാകും, സാധ്യതയുണ്ട്. പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ആ 14 വർഷം കൊണ്ട് പാടുന്നുണ്ട് മിസ്സേ. ഞാൻ ഗാനമേള, നാടൻപാട്ട്, കരോക്കെ ഗാനമേള എല്ലാം. ഞാൻ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ 14 വർഷം കൊണ്ട് ഫീൽഡിൽ സജീവമായിട്ട് പാടുന്നുണ്ട്. എന്റെ വീട് ആലപ്പുഴയാ മിസ്സേ, ആലപ്പുഴ. ശരി. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതിനകത്ത് പറയാനുള്ളത്, ഡിഫ്തീരിയ കുട്ടിയുമായിട്ട് നമ്മൾ ഇടപഴകുകയാണെങ്കിൽ അപ്പൊ തന്നെ എന്തെടുക്കുക, പ്രോഫിലാക്സിസ് എടുക്കുക. അതായത് ആന്റിബയോട്ടിക്, ഒരു മരുന്നുണ്ട് എറിത്രോസയാമിൻ എന്നാണ് ടാബ്ലറ്റിന്റെ പേര്. 10 ഡേ, അതായത് 10 ഡേയ്സ് ഇത് തുടർച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗം പ്രിവെന്റ് ചെയ്യാനായിട്ട് നോക്കാം. അതായത് ഇപ്പോ നമ്മളിപ്പോ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയി, അപ്പോ ആ ബർത്ത്ഡേ കുട്ടിക്ക് ഡിഫ്തീരിയാണ്, പക്ഷെ അധികം സിംറ്റംസ് ഒന്നും പുറത്തോട്ട് വന്നിട്ടില്ല, നമുക്കറിയില്ല, ആർക്കും തന്നെ അറിയില്ല. അപ്പൊ കുട്ടിയുടെ പാരന്റ്സിന് വരെ അറിഞ്ഞിട്ടില്ല ഇത് ഡിഫ്തീരിയാണെന്ന്. പക്ഷെ ആ കുട്ടിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. നമ്മൾ ആ കുട്ടിയുമായിട്ട് ഭയങ്കരമായിട്ട് ഇന്ററാക്ട് ചെയ്തു. പിറ്റേ ദിവസമാണ് അറിയുന്നത്, ആ കുട്ടിയെ ഹോസ്പിറ്റലൈസ് ചെയ്തു, ഡിഫ്തീരിയാണ്. അപ്പൊ നമ്മൾ ആ കുട്ടിയുമായിട്ട് ഇന്ററാക്ട് ചെയ്തില്ലേ, അപ്പൊ പെട്ടെന്ന് ഒരു മുൻകരുതൽ എന്ന കോണം നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒന്നാണ് എറിത്രോസയാമിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ്. ആ ഒരു ടാബ്ലറ്റ് 10 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ഈ രോഗത്തെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയുള്ള കാര്യം കൂടി ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഡിഫ്തീരിയയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. നമ്മൾ പ്രധാനപ്പെട്ട വേറൊരു സംശയം അതിന്റെ ഇടയില്, മലപ്പുറത്ത് കേസ് ഉണ്ടായിന്ന് പറഞ്ഞല്ലോ, അപ്പൊ അവര് ഇതിന്റെ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ മുന്നത്തെ അവരുടെ പ്രായത്തില്? അതായത് പ്രോപ്പർ ആയിട്ട് വാക്സിൻ എടുത്തിട്ടുണ്ടാവില്ല, കറക്റ്റ് ഡോസേജിൽ എടുത്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം ചിലപ്പോ വരുന്നത്. അല്ലെങ്കിൽ ആയിട്ടായിരിക്കാം, പകരുന്നതായിരിക്കാം. രണ്ട് വിധേനയും വരാം. ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് സ്വയം വരാം, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ നമുക്ക് രോഗം വരാം. അപ്പൊ ഈ സ്വയം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് പ്രോപ്പർ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ടും ഒരാളിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ പകരാം, അത് കൂടിയ ടൈപ്പ് ആണെങ്കിൽ. അപ്പൊ അങ്ങനെയും വരാം കേട്ടോ. ശരിയായിട്ട് നമ്മൾ ഇതിന് കൊടുക്കേണ്ടത് അവയർനെസ് ആണ്. DPT വാക്സിൻ എടുക്കേണ്ടതിന്റെ ആവശ്യമുള്ളവരൊന്നും എന്താ പറയാ, ഇതിന് അധികം വില്ലിങ് അല്ല എടുക്കാനായിട്ട് കുട്ടികളെ കൊണ്ട്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് തോന്നുന്നു കുറച്ചും കൂടി എല്ലാം അറിയാൻ തോന്നുന്നു. പണ്ടത്തെ തലമുറ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കുറെ, അതായത് ഒരു ഫാമിലി തന്നെ പല കുഞ്ഞുങ്ങളുണ്ടാവും, അതായത് ഒരു 5-6 കുട്ടികളൊക്കെ ഉണ്ടാകും. കൂടുതൽ ഇത്രയും അധികം ഡെവലപ്ഡ് ആയിട്ടുള്ള കാലഘട്ടമൊന്നും അല്ല. എല്ലാവരും പരിമിതികൾക്കുള്ളിലാണ്. ചില ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, അധികം പണമൊന്നും ഉണ്ടായിരുന്നില്ല ആളുകൾക്കൊക്കെ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലൊക്കെ എന്താണ്, ധാരാളം പേര് ഇങ്ങനെ മരിച്ചിട്ടുണ്ട് അല്ലെ. പോളിയോ എന്ന് മരിച്ച കേസുകളൊക്കെ, നമ്മൾ പോളിയോ പിടിവിട്ടതാണ് എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് കേൾക്കാറില്ലേ. ഒരു ആള് നടന്നു പോകുമ്പോൾ അയാൾക്ക് വൈകല്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അയാളോട് ചോദിച്ചാൽ പറയും, എനിക്ക് ചെറുപ്പകാലത്തില് പോളിയോ എന്നതാണെന്ന് പറയും. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള വാക്സിൻ ഇതാണ്. അതായത് ന്യൂക്ലിയർ ഫാമിലി അല്ല, ജോയിന്റ് ഫാമിലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള അവയർനെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല, പ്രോപ്പർ ആയിട്ട് വാക്സിൻസ് എടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അതൊക്കെ കൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ. പക്ഷെ ഇപ്പോ നമ്മുടെ ഗവൺമെന്റിന്റെ കീഴില്, നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ കീഴില് ധാരാളം അവയർനെസ് പ്രോഗ്രാമുകൾ ഉണ്ട്. നമ്മുടെ അടുത്തവര് വിളിച്ചു ചോദിക്കും, നിങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് ഇപ്പൊ ആരോഗ്യ വിദഗ്ധരുണ്ട്, അവര് നമ്മളെ ഓർമ്മിപ്പിക്കും, കുഞ്ഞിന് ഇന്ന ദിവസമാണ് അല്ലെങ്കിൽ ഈ ഡേറ്റിനാണ് വാക്സിൻ എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ ആ ഡേറ്റിന് പോയിട്ട് അവിടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് അത് എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകും. അങ്ങനെയാണ് ഇപ്പൊ ചെയ്യുക. അങ്ങനെയല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്?
ഓക്കെ. അടുത്തതാണ് പെർട്ടുസിസ്. പെർട്ടുസിസ് കേട്ടിട്ടുണ്ടോ? വില്ലൻ ചുമ. വില്ലൻ ചുമ. വില്ലൻ ചുമ വന്നിട്ടുണ്ടോ ആർക്കെങ്കിലും? ഇല്ല, വരാതിരിക്കട്ടെ കേട്ടോ. അത് ചോദിച്ചതാണ്, അറിയാമോന്നറിയാൻ ചോദിച്ചതാണ്. അപ്പോ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടെങ്കിലും ഈ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. കുട്ടികളിലാണ് കണ്ടുവരിക കൂടുതൽ പെർട്ടോസിസ് അഥവാ വില്ലൻ ചുമ. ചെറിയ ചുമയിൽ തുടങ്ങി വളരെ വലിയ രീതിയിൽ നിർത്താതെ ചുമയ്ക്കുകയും ഒടുവിൽ ചുമച്ച് ചോര ഛർദ്ദിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത കേട്ടോ. ഓക്കെ, എന്താണ്? ചെറിയ ചുമയിൽ തുടങ്ങി വലിയ രീതിയിൽ നിർത്താതെ ചുമയ്ക്കുകയും പിന്നീട് ചുമച്ച് ചോര ഛർദ്ദിക്കുകയും ചെയ്യും. ദാറ്റ് ഈസ് പെർട്ടൂസിസ്. ഓക്കെ, ബോർഡെല്ല പെർട്ടൂസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ നേരത്തെ നമ്മള് ഡിഫ്തീരിയയുടെ പറഞ്ഞല്ലോ, കൊറിനി ബാക്ടീരിയ, ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ പെർട്ടൂസിസ് എന്ന് പറയുന്ന രോഗം പരത്തുന്നത് ബോർഡെല്ല പെർട്ടൂസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. 100 ദിവസത്തെ ചുമ എന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. കാരണം ഈ രോഗം, ഈ ചുമ വന്നു കഴിഞ്ഞാൽ നിർത്താൻ ഭയങ്കര പാടാണ്. ഭയങ്കരമായിട്ട് ചുമയായിരിക്കും ഈ ഒരു കുട്ടിക്ക്. എന്തോരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ? എല്ലാ സമയവും കുട്ടി ചുമച്ച് ചുമച്ച് എന്തോരം കഷ്ടപ്പെടും. അപ്പൊ 100 ദിവസത്തെ ചുമ എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് നേരിയ പനി ഉണ്ടാകും, അതുപോലെ തന്നെ മൂക്കൊലിപ്പ്, മൂക്കിന് വെള്ളം വരുന്ന ആ ഒരു ഇതുണ്ടാകും. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വലിയ ഒച്ച ഉണ്ടാകും, കാരണം ഭയങ്കര ചുമയാണ്. അപ്പൊ കുറുങ്ങൽ പോലെ അല്ലെങ്കിൽ ശ്വാസം മുട്ട പോലെയുള്ള കാര്യങ്ങൾ കുട്ടിക്ക് ഉണ്ടാകാം. അതുപോലെ തന്നെ ശരീരത്തിന് നീല നിറം ഉണ്ടാകും. നേരിയതായിട്ട്, അധികമല്ല, നേരിയതായിട്ട് നീല നിറം ഉണ്ടായതായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ 1 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഈ രോഗം വരുന്നതെങ്കിൽ തീവ്രത കൂടുതലാണ്. കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ രോഗം പിടിപെടുന്നുണ്ടെങ്കിൽ. പിന്നെ ചുമയുടെ കാഠിന്യം മൂലം, അതായത് ഭയങ്കരമായിട്ട് ചുമച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, അപ്പോ ബ്രെയിനിൽ എന്ത് ചെയ്യാം? ബ്ലീഡിങ് ഉണ്ടാവാം, തലച്ചോറിന് രക്തസ്രാവം ഉണ്ടാകാം. ചുമച്ച് നമ്മുടെ ഞരമ്പുകളൊക്കെ ഇതായി പൊട്ടി എന്ത് ചെയ്യാം? ചിലപ്പോ ബ്ലീഡിങ് ഉണ്ടാവാം, ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവാം. അതുപോലെ തന്നെ എന്താ പറയാ, ഈ രോഗിക്ക് പെർട്ടൂസിസ് പിടിപെട്ട രോഗിക്ക് വെന്റിലേറ്റർ ചികിത്സ കൊടുക്കാറുണ്ട് നമ്മൾ. കാരണം രോഗം തീവ്രമാകുമ്പോൾ വെന്റിലേറ്റർ ചികിത്സ കൊടുക്കുന്നു. രോഗി മൂക്ക് ചീറ്റുമ്പോഴും ചുമയ്ക്കുമ്പോഴും രോഗം വരാം. അപ്പൊ എങ്ങനെയാണ് സ്പ്രെഡ് ആകുന്നത്? ഒന്നില്ലെങ്കിൽ ടി ബി അല്ല കേട്ടോ, അത് പെർട്ടൂസിസ് ആണ്. ടി ബി വേറെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ രോഗി മൂക്ക് ചീറ്റുമ്പോഴോ അതുപോലെ തന്നെ ചുമയ്ക്കുമ്പോഴോ രോഗം വരാം. ഇത് കൂടുതലായിട്ട് വരുന്ന പ്രദേശം എന്ന് പറയുന്നത് ചേരി പ്രദേശങ്ങളിലാണ്. കാരണം വളരെ ലോ ആയിട്ടുള്ള നിലവാരം, അല്ലെങ്കിൽ താഴ്ന്ന നിലവാരമുള്ള ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുട്ടികൾക്കാണ് കൂടുതലായിട്ടും ഈ രോഗം കണ്ടുവന്നിട്ടുള്ളത്. 7 തുടങ്ങി 14 ദിവസം വരെയാണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. അതായത് രോഗാണു ഉള്ളിൽ ചെന്ന് 7 തുടങ്ങി 14 ദിവസം വരെ രോഗാണു ഉള്ളിൽ തന്നെ ഉണ്ടാകാം. മറ്റുള്ളവരിലേക്ക് രോഗം വ്യാപിപ്പിക്കാനും സാധ്യത കൂടുതലാണ്. പിന്നെ ഇതിന്റെ രോഗാണു എന്ന് പറഞ്ഞാൽ, ഈ രോഗാണുവിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ബോർഡെല്ല പെർട്ടൂസിസ് ഇത് മൂക്ക് തുടങ്ങി ശ്വാസനാളി വരെ ഈ ബാക്ടീരിയ പറ്റിപ്പിടിച്ചിരിക്കും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഭയങ്കര, അതായത് തലച്ചോറിന് സമ്മർദ്ദം ഉണ്ടാകുന്നു, രോഗി ചുമയ്ക്കുന്നു, ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവുന്നു. എന്തുകൊണ്ടാണ്? മൂക്ക് തുടങ്ങി ശ്വാസനാളി വരെ എന്താണ് ഇത് പറ്റിപ്പിടിച്ചിരിക്കുകയാണ് ഈ മൊത്തമായിട്ട്. ഒരിടത്തല്ല, മറിച്ച് സ്പ്രെഡ് ആയിരിക്കുകയാണ് മൊത്തമേ. അപ്പൊ തന്നെ എന്താണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. പിന്നെ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞത് പനിയും ജലദോഷവും ഉണ്ടാവും. ഞാൻ പറഞ്ഞു ജലദോഷവും മൂക്കിലൊക്കെ ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ സാധാരണ ജലദോഷപ്പനിയാണെന്നാണ് വിചാരിക്കാം. അപ്പൊ പനി ജലദോഷം എന്ന് ഉണ്ടാവുന്നു. സെക്കൻഡ് സ്റ്റേജിലാണ് ചുമ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഉറപ്പിക്കാനായിട്ട് സാധിക്കുന്നത് ഭയങ്കര ചുമയാണ്, നിർത്താതെയുള്ള ചുമയാണ്. തേർഡ് സ്റ്റേജ് ആകുമ്പോൾ ശരീരത്തില് ചുവന്ന പാടുകൾ പ്രത്യക്ഷപ്പെടും. പെർട്ടൂസിസിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ചുവന്ന പാടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ രക്തസ്രാവം ഉണ്ടാവും, അതായത് ചുമച്ച് ഛർദ്ദിക്കും.
ഇത്തരത്തിലുള്ള എന്താ പറയാ കാര്യങ്ങൾ സിംറ്റംസ് ആണ് പെർട്ടൂസിസിന് വരുന്നത്. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് DPT വാക്സിൻ തന്നെയാണ് ഇതിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ DTaP എന്ന് പറയുന്ന ഒരു വാക്സിൻ കൊടുക്കും. പിന്നെ TDAP എന്ന് പറയുന്ന ഒരു വാക്സിൻ കൊടുക്കും. DPT കൊടുക്കുന്നുണ്ട്, അതുകൂടാതെ DTaP കൊടുക്കുന്നത് കുട്ടികൾക്കാണ്. എന്നാൽ TDAP അത് കൊടുക്കുന്നത് മുതിർന്നവർക്കാണ്. ഇപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. രണ്ട് വാക്സിൻസും രണ്ടാളുകൾക്കാണ് കൊടുക്കുന്നത്. ഒന്നുകൂടി പറയാം, DPT ഓൾമോസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ദെൻ രണ്ടാമത്തേതാണ് DTaP, അത് കുട്ടികൾക്ക് കൊടുക്കുന്നു. ദെൻ TDAP അത് മുതിർന്നവർക്കാണ് കൊടുക്കുന്നത്. ഒന്നുകൂടെ പറയാമോ മിസ്സേ? ക്ലിയർ ആയില്ല. ഒന്നുകൂടി ഞാൻ പറയാം. DPT വാക്സിൻ നമ്മൾ കൊടുക്കും, ഓൾമോസ്റ്റ് നമ്മൾ കൊടുക്കും. ഡിഫ്തീരിയക്കും പെർട്ടൂസിസിനും ടെറ്റനസിനും നമ്മൾക്ക് ഓൾമോസ്റ്റ് കൊടുക്കുന്നതാണ് DPT. അതുകൂടാതെ DTaP, ക്യാപിറ്റൽ ലെറ്റർ D എഴുതാം. ദെൻ ടാപ്പ് ഉണ്ടല്ലോ, നമ്മുടെ വെള്ളം വരുന്ന ടാപ്പില്ലേ, അത് തന്നെ ടാപ്പ് എഴുതാം. DTaP അത് കുട്ടികൾക്കാണ് കൊടുക്കുക വാക്സിൻ. DTaP കുട്ടികൾക്കാണ് കൊടുക്കുക. എന്നാൽ മുതിർന്നവർക്ക് കൊടുക്കുന്ന ഒരു വാക്സിൻ ആണ് TDAP കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ T എഴുതാം. ദെൻ DAP. മാം ഈ ബാക്ടീരിയയുടെ പേരൊന്നുകൂടെ പറഞ്ഞുതരുമോ? ബോർഡെല്ല പെർട്ടൂസിസ്. പിന്നെ സ്പെല്ലിംഗ് എന്ന് പറയൂ മിസ്സേ. ബോർഡെല്ല BORDOLLA. ഒന്നുകൂടി പറഞ്ഞു മിസ്സേ. എഴുതിയില്ലേ? BORDOLLA. പെർട്ടൂസിസ് PERTUSSIS. പെർട്ടൂസിസ്. PERTUSSIS. പിന്നെ പെന്റാവാലന്റ് വാക്സിൻ നമ്മൾ കൊടുക്കും കേട്ടോ. പെന്റാവാലന്റ് ഒരു ഒഗീറ്റിയ രോഗം വന്നിട്ടുള്ളതാണെങ്കിൽ അതിന്റെ ചികിത്സക്കായിട്ട് നമ്മൾ പെന്റാവാലന്റ് വാക്സിനും കൂടി പെർട്ടൂസിസിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മാം. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, ഏതാ മിസ്സേ? പറഞ്ഞേ നിങ്ങളൊന്ന്. എന്താണ് പെർട്ടൂസിസ്? ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ വെച്ചിട്ട്? ഇല്ല. മാം, ഈ വില്ലൻ ചുമച്ച് വില്ല് പോലെ വളഞ്ഞിരിക്കുന്നു പറയുന്ന സംഭവം ഇതാണോ? അങ്ങനെ പറയാറുണ്ട്. അതൊരു പഴമൊഴിയായിട്ട് പറയാറുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് വന്നു കഴിഞ്ഞാല് ഭയങ്കരമായിട്ടുള്ള ക്ഷീണമായിരിക്കുള്ളൂ, കിതപ്പും ക്ഷീണമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ബോഡി ടൈപ്പ് എന്ന് പറഞ്ഞാല് എന്താ പറയാ, ക്ഷീണിച്ച അവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ വളഞ്ഞിരിക്കും. ഇത് സമയം ചുമച്ചിട്ടാണ് അങ്ങനെ ആവുന്നത്. DTaP ആണോ കുട്ടികൾക്ക്? DTaP ആണോ? കുട്ടികൾക്ക് DTaP ആണ്. ഞാൻ കമന്റിൽ എഴുതിയേക്കുന്നത് ശരിയാണോ മാം? ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. DTaP ആണ് കറക്റ്റ്. ആണോ? DTaP ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ഇതിലോട്ട് പോവാം. ടെറ്റനസ് കേട്ടിട്ടുണ്ടാവും എന്തായാലും. ഞാന് ലോക്ജാവ് എന്നാണ് അനദർ നെയിം അതിന്റെ. മെഡിക്കൽ കോഡിങ് കഴിഞ്ഞതാണ്. ഞാൻ മെഡിക്കൽ കോഡറാണ്. അപ്പൊ ഇതിൽ പഠിക്കാനുണ്ടായിരുന്നത് നമ്മുടെ പേശി വലിഞ്ഞു മുറുകിയ ഒരു ലോക്ക് രൂപത്തിലായിട്ടുണ്ട്. അത് തന്നെ. എന്താണ് കൂടുതലൊന്ന് പറയാമോ അതിനെ കുറിച്ച്? ഇത് ക്ലോസ്ട്രിഡിയം ടെറ്റനസ് എന്ന ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. നമ്മള് പേശികളൊക്കെ വലിഞ്ഞു മുറുകി നമ്മളൊരു
ഇപ്പൊ ഒരു നോർമലി കിടക്കുന്ന മനുഷ്യനാണെങ്കിൽ അതൊരു റാ ഷേപ്പിലൊക്കെ കിടന്ന് വലിഞ്ഞു മുറുകും നമ്മള്, ഭയങ്കര പെയിൻ ആയിരിക്കും. അങ്ങനത്തെ ടൈമിൽ നമ്മളെ ബോൺസ് ഒക്കെ പൊട്ടിപ്പോവും. ഇതിന്റെ മെയിൻ എന്ന് പറഞ്ഞാല് ഇതിന്റെ എന്താ വാക്സിൻ എടുക്കുക തന്നെ ഉള്ളൂ ഇതിന് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ. ഡയസപ്പം മറ്റേ കോർഡിയാനോസ് അങ്ങനെ എന്താണ് അതിന്റെ മരുന്നിന്റെ പേര്. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ടെറ്റനസ് ആണ്. ഇനി ആർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ ആക്ഷൻ സോങ് ഒക്കെ ചെയ്യാറില്ലേ? ആക്ഷൻ സോങ് ചെയ്യാറില്ലേ? ചെറുതാകുമ്പോ, എന്താണ്? ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ കോഴ്സിൽ ചെയ്തിട്ടില്ലേ? ക്ലാസ്സിൽ ചെയ്യാറില്ല. ക്ലാസ്സിൽ ചെയ്തിട്ടില്ല. ചെയ്യാൻ പറയാറില്ല ആരും? ഇല്ല ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. സൈനിങ് സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരെണ്ണം അറിയാമെങ്കിലും ഒന്ന് ചെയ്യൂട്ടോ ആക്ഷൻ സോങ്. നമുക്ക് ക്ലാസ്സിനിടയ്ക്ക് ഒരു റിലീഫ് വേണമല്ലോ. ഞാൻ വെയിറ്റ് ചെയ്യാണ്. ആരെങ്കിലും മുൻപോട്ട് വരിക. വോയിസ് മാത്രം മതിയോ മിസ്? മതി മതി, വോയിസ് മാത്രം മതി. How many fingers on one hand? How many fingers on one hand? How many fingers on one hand? Let's all count together. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. How many fingers on two hands? How many fingers on two hands? How many fingers on two hands? Let's all count together. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അടിപൊളി, നന്നായിരുന്നു. താങ്ക് യു മാം. എമ്പും ഉണ്ടായിരുന്നല്ലോ കേൾക്കാനായിട്ട്, നല്ല താളം ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ക്ലാസ്സിൽ നിർബന്ധമായിട്ട് ഒരു പ്രെയർ വേണം, ഒരു തോട്ട് ഓഫ് ദി ഡേ വേണം, ഒരു ആക്ഷൻ സോങ് വേണം. മാം ഒരു വർക്ക് തന്നില്ലായിരുന്നു, ഒരു ആക്ടിവിറ്റി? തന്നിട്ടുണ്ടായിരുന്നു. ചെയ്തോ എല്ലാവരും? ചെയ്തു. നമുക്ക് എന്നാൽ അത് വായിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കേട്ടോ. അപ്പോ കോർഡിനേറ്റർ ഇവിടെ ഇല്ലേ? കോർഡിനേറ്ററിന്റെ പേരെന്തായിരുന്നു? കോർഡിനേറ്റർ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന്, ആക്ഷൻ സോങ് ഒരാൾ ചെയ്യണം എന്റെ ഒരു ക്ലാസ്സില്. എന്റെ ക്ലാസ് ബുധനാഴ്ചയാണ് വരുന്നത്. എനിക്കിപ്പോ 2 ആഴ്ചയായിട്ട് കയറാൻ സാധിക്കാത്തത് കൊണ്ടാണ്, അതായത് കഴിഞ്ഞ ആഴ്ചയും കയറി തല കയറാൻ സാധിച്ചില്ല, ഇത് വന്നത് കേട്ടോ. അപ്പോ ഒരു ആക്ഷൻ സോങ് ഉണ്ടായിരിക്കുക, ഒരു പ്രയർ ഉണ്ടായിരിക്കുക, ഒരു തോട്ട് ഓഫ് ദി ഡേ ഉണ്ടായിരിക്കുക. 3 കാര്യങ്ങളും നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ക്ലാസ് കഴിയുമ്പോൾ അപ്പൊ തന്നെ പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ ഗ്രൂപ്പിൽ, നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടല്ലോ അല്ലേ? ഗ്രൂപ്പിലൊന്ന് ഡിസ്കസ് ചെയ്യാം ആരൊക്കെയാണ് ചെയ്യുന്നത്. മാറി മാറി ചെയ്യുക. ഒരാള് തന്നെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് അടുത്ത ആഴ്ച ചെയ്യണം എന്നില്ല. മാറി മാറി 3 ആളുകൾ വീതം ചെയ്യാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ പ്രെയർ ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഒരു ആക്ഷൻ സോങ്. പറയുന്നത് നമ്മളെ ഗ്രൂപ്പ് അഡ്മിനോളി അല്ലേ? അല്ലാണ്ട് ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല, നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഇല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻസിനായിട്ട് അതിനകത്ത് പറഞ്ഞാൽ മതി. എനിക്ക് അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എനിക്ക് ആകെ ഒരു ഗ്രൂപ്പുള്ളൂ, MTD സെന്റർ ഒരു ഗ്രൂപ്പ്. അതില് ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. ആരാ എനിക്ക് അറിയില്ല. എനിക്ക് വെറും ആ ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ ദിവസം ഇങ്ങനെ ആലോചിക്കും, ഇവിടെ വർക്കും ഇല്ല, ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ക്ലാസ് മാത്രം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വെച്ച് നമുക്കൊന്ന് ടൈപ്പ് ചെയ്യാനും പറ്റത്തില്ലല്ലോ. എന്താ പേരെന്താണ്? ഫബിന. സബിന ഒന്ന് ആഡ് ചെയ്യണോട്ടോ. സബിനയെ ആരാണ് ഗ്രൂപ്പ് അഡ്മിൻ എന്ന് പറഞ്ഞാൽ അവരൊന്ന് ആഡ് ചെയ്യുക. എല്ലാവരും ആഡ് ചെയ്യുക കേട്ടോ. എന്നാലേ എല്ലാവരും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. സിനി, സബീന, അവരൊക്കെ ഒന്ന് ആഡ് ചെയ്യുക. നമ്പർ ഇതിലേക്കൊന്ന് അയച്ചിട്ടേക്കട്ടെ. നമ്പർ അയച്ചിട്ടേക്കോ.
നമ്പർ അയച്ചിട്ടേക്ക് കേട്ടോ. അപ്പൊ അവര് നിങ്ങളെ ആഡ് ചെയ്തോളൂ. എന്നെയും കൂടെ ആഡ് ചെയ്യണേ. ആ മഞ്ജുഷ സുനേഷ്. ഇതിൽ കുറച്ച് പേര് മാത്രമേ ഇക്കാര്യങ്ങൾ അറിയുള്ളൂ. ബാക്കിയുള്ള ആളുകളൊന്നും ഇക്കാര്യങ്ങൾ അറിയില്ല. അവരൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെല്ലാവരും ഒരു കോർഡിനേഷൻ വേണം നമ്മള്. എന്നാൽ മാത്രമാണ് നമ്മുടെ ക്ലാസ് നല്ല രീതിയിൽ ഒരു ടീം വർക്ക് ആയിട്ട് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ഒരു കോർപ്പറേറ്റ് ആയിട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടോളൂ കേട്ടോ, അവർ ആഡ് ചെയ്തോളും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് മീൽ പ്ലാൻ ആണ്. മീൽ പ്ലാൻ എത്ര പേര് ചെയ്തിട്ടുണ്ട്? എല്ലാവരും തന്നെ ചെയ്തോ? ജ്യോതി മീൽ പ്ലാൻ ഒന്ന് വായിക്കാമോ? മിസ്സേ ഫുള്ളും വായിക്കണോ അതോ ഒരു ദിവസത്തേതോ? ഒരു ദിവസത്തെ വായിച്ചാൽ മതി, ഒരു ദിവസത്തെ. ഓക്കെ മിസ്സേ. അപ്പം മൺഡേയിലേത് വായിക്കാം. മൺഡേയില് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി സാമ്പാറ്, പിന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ എഗ് ബോയിൽ ചെയ്തതും കാണും, മിൽക്കും കാണും. പിന്നെ 10:30 ആയി കഴിയുമ്പോൾ തന്നെ ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലെ എന്റെ മക്കൾക്ക് കൊടുക്കുന്നതാണ് ഞാൻ ഈ പറയുന്നത്. 10:30 ആകുമ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് കൊടുക്കും. പിന്നെ അതുണ്ടെങ്കിൽ പിന്നെ അതിന്റെ കൂടെ ചിലപ്പം രാവിലെ പാല് കൊടുത്തില്ലെങ്കിൽ പാലും കൂടെ കൊടുക്കും. പിന്നെ ഉച്ചയ്ക്ക് റൈസ് ആയിരിക്കും. റൈസിന്റെ കൂടെ മിക്ക ദിവസവും ദാലുകറി, കുഞ്ഞുള്ളതുകൊണ്ട് ദാലുകറി മിക്ക ദിവസവും കാണും. പിന്നെ അല്ലാതെ ഫിഷ് തോരന് നമുക്ക് നോർമലായിട്ട് വെക്കുന്ന എന്തെങ്കിലും അത് തന്നെ ആയിരിക്കും. ഫിഷ് തോരന്, റൈസ്, ദാലുകറി. പിന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേന് ബനാന ബോയിൽ ചെയ്ത് കൊടുക്കും. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കും. രാത്രി ആകുമ്പം ചപ്പാത്തി, എന്തെങ്കിലും വെജിറ്റബിൾ കറി. അതല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിനാണെങ്കിൽ കഞ്ഞിയും ചെറുപയറും. അതാണ് മൺഡേയിൽ കൊടുക്കുന്നത്. നെക്സ്റ്റ് വേണോ? ഒരു ദിവസത്തെ മതി, ഒരു ദിവസത്തെ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ആരാ പറയാ? അരുണിമ ശ്രീധർ. അരുണിമ. യെസ് മാം. ട്യൂസ്ഡേ ആണെന്നുണ്ടെങ്കിൽ രാവിലെ റാഗി ദോശ വിത്ത് കോക്കനട്ട് ചട്നി. കുഞ്ഞാണുള്ളത്, 1.25 വയസ്സേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതും അതുപോലെ കുഞ്ഞിനും കൊടുക്കാൻ പറ്റുന്നതാണല്ലോ റാഗി ദോശ. അത് പിന്നെ ഒരു 10:30 11 ആവുമ്പോ റാഗിയുടെ തന്നെ കുറുക്കോ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞിന് കൊടുക്കാറുണ്ട്. പിന്നെ ലഞ്ചിന് സാദാ ചോറ്, മീന് അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ ബീഫ്, മീറ്റ് ഐറ്റംസ് എന്തെങ്കിലും കാണാറുണ്ട്. അതില് ശകലം കുഞ്ഞിന് കൊടുക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും തോരൻ, ക്യാബേജ് അല്ലെങ്കിൽ ചീര അങ്ങനെയുള്ള സാധനങ്ങൾ തോരൻ വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ പപ്പായ അല്ലെങ്കിൽ ഓറഞ്ച് അങ്ങനെയുള്ള ഇത് ജ്യൂസ് ആക്കി കൊടുക്കാറുണ്ട്. പിന്നെ വൈകിട്ട് സെർലാക്ക് കുറുക്കാക്കി കൊടുക്കാറുണ്ട്. അതിന്റെ കൂടെ തന്നെ വീട്ടിലുള്ളവർക്ക് ഏത്തക്കാപ്പം അല്ലെങ്കിൽ ഉഴുന്നുവട, പരിപ്പ് വട അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നൈറ്റ് ടൈമിൽ ചിലപ്പോൾ കഞ്ഞി, പയറ് അല്ലെങ്കിൽ ചപ്പാത്തി, ദാൽ കറി. ഇത്രേ ഉള്ളൂ. മിസ്സേ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചാ ചെയ്തത്, കുഴപ്പമില്ലല്ലോ? ഇല്ല, ഈ ഇടനേരം എന്നുള്ളതിന് എന്താ പറയാ? ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഇടനേരം ഇല്ലേ നമുക്ക്, അതിനെന്താ കറക്റ്റ് പറയാ? ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ് കാര്യം പറയാനുണ്ട് എനിക്ക്. പരിണിമ പറഞ്ഞ പോലെ റാഗി കൊടുക്കുന്നത്, മില്ലറ്റ്സ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലും അതുപോലെ തന്നെ ഡിന്നറിലൊക്കെ കൂടുതൽ ഉൾപ്പെടാൻ നോക്കുക. മില്ലറ്റ്സ് എന്തൊക്കെയാണ്? മില്ലറ്റ്സ് ഏതൊക്കെയാ വരിക മില്ലറ്റ്സില്? റാഗി പൊടും, റാഗി, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വിളകൾ കൂടുതലായിട്ട് എന്തില്ല കുട്ടികൾക്ക് ആഡ് ചെയ്യുക കേട്ടോ. നല്ലതാണ് അത്. നമ്മൾക്ക് അധികം എന്താ പറയാ കൂടുതൽ ന്യൂട്രീഷ്യസും ആണ്. നമ്മൾക്ക് എന്താ പറയാ ശരീരത്തിന് ഏറ്റവും നല്ല ബെസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് മില്ലറ്റ്സ് ആണ്. അപ്പൊ അത് നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്യുക. റൈസിന്റെ ഇത് പരമാവധി കുറക്കാനേ ഞാൻ പറയുള്ളൂ. ഇങ്ങനെയുള്ള ഐറ്റംസ് കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഏറ്റവും നല്ലതാണ്. ഓക്കെ, അടുത്ത ആള് പറഞ്ഞോളൂ കേട്ടോ. അസ്മി ആണോ? ആരാണ് എന്നോട് പറഞ്ഞത്? യെസ് മാം. ഇടനേരത്തിന് എന്താ പറയാ ചോദിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ടൈമില് മിഡ് മോർണിംഗ്. ഓ
വെനസ്ഡേ അല്ല അടുത്ത് വായിക്കണ്ടേ? പുട്ട് ആൻഡ് ബനാന, പിന്നെ മിഡ് മോർണിംഗ് ഡേറ്റ്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ലഞ്ച് റൈസ്, വെജിറ്റബിൾ കറി, ഫിഷ് കറി, ഓംലെറ്റ്, പിന്നെ ഡിന്നറിന് കോഫി ആൻഡ് ബൺ അല്ലെങ്കിൽ മിൽക്ക് ആൻഡ് എഗ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. പിന്നെ നൈറ്റ് ദോശ, വെജിറ്റബിൾ കറി, സലാഡ്. വെരി ഗുഡ്. Then Thursday. ഞാൻ പറയാം മാം. റോഷ്നി. റോഷ്നി പറഞ്ഞോളൂ. ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പം, ഗ്രീൻ പീസ് ആൻഡ് മിൽക്ക്. ലഞ്ച് റൈസ്, സോയാ ചങ്ക്, ഫിഷ് കറി, പയറ് മുളപ്പിച്ചത്. ഈവനിങ്ങിന് ബനാന പുഴുങ്ങിയത് ആൻഡ് ടീ. ഡിന്നറിൽ ചപ്പാത്തി, എഗ് കറി ആൻഡ് ആപ്പിൾ. കഴിഞ്ഞു. ഓക്കെ ഓക്കെ വെരി ഗുഡ്. Then Friday. ഞാൻ പറയാം മിസ്. ആര്യ ഓക്കെ പറഞ്ഞോളൂ. ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ്, പിന്നെ ലഞ്ച് റൈസ് ആൻഡ് ചിക്കൻ കറി, പിന്നെ സ്നാക്സ് ആൻഡ് ഓണിയൻ വട അല്ലെങ്കിൽ മിൽക്ക്, പിന്നെ ഡിന്നർ ആൻഡ് ഇടിയപ്പം, വെജിറ്റബിൾ കറി മിസ്. ഓക്കെ ഫ്രൈഡേ പറഞ്ഞു. Then ഇനി സാറ്റർഡേ. ഞാൻ പറയാം മാം. രേഷ്മ രമേശ്. Morning between 7:30 and 8:30, 2 idli, sambar or chutney. Mid morning 11:30, 1 apple or banana അല്ലെങ്കിൽ ഏതെങ്കിലും seasonal fruit. Noon 12:30, between 12:30 and 1:30, 1 cup rice, പിന്നെ സീസണൽ ആയിട്ടുള്ള വെജീസ്, ഫിഷ് കറി ഓർ മീറ്റ് കറി, 1 cup curd. ഈവനിങ് ഒരു 4:30 ടീ അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ മിൽക്ക്, അതിൻ്റെ കൂടെ ആവിയിൽ പുഴുങ്ങിയത്, അതായത് കൊഴുക്കട്ട അല്ലെങ്കിൽ പഴം പുഴുങ്ങിയത്, അതുപോലെ എന്തെങ്കിലും ഒരു സ്നാക്ക്. നൈറ്റ് 7 to 7:30 ചപ്പാത്തി, കഞ്ഞി അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഈ നുറുക്ക് ഗോതമ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും കൊണ്ടുള്ള ഒരു ഉപ്മാവോ അങ്ങനെ എന്തെങ്കിലും വളരെ ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ. പിന്നെ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുന്നേ പാല് കുടിക്കുന്ന ശീലമുള്ള കുട്ടികളാണെങ്കിൽ ഒരു ഫുൾ ഗ്ലാസ് ഒന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ഒരു അര ഗ്ലാസ്. അത് കഫക്കെട്ട് പോലെയുള്ള അസുഖങ്ങളില്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ അത്, വലിയ ആൾക്കത് നിർബന്ധമില്ല. കഴിഞ്ഞു. കഴിഞ്ഞു. ഓക്കെ ഇനി സൺഡേ. ഞാൻ പറയാം മാം. സൺഡേ മോർണിംഗില് 1 boiled egg, ക്യാരറ്റ് ഇഡ്ഡലി വിത്ത് കോക്കനട്ട് ചട്നി. മിഡ് മോർണിംഗില് pomegranate, kiwi, pista and 1 spoon honey. ഉച്ചയ്ക്കാണെങ്കിൽ ബോയിൽഡ് റൈസ് വിത്ത് ഫിഷ് കറി, പ്രോൺ ഫ്രൈ ആൻഡ് റെഡ് ഗ്രാം തോരൻ, അതായത് വൻപയർ തോരൻ. ഓക്കെ. പിന്നെ സ്നാക്സ് ആയിട്ട് ഈവനിങ്ങിൽ കൊടുക്കുന്ന ബദാം, കാഷ്യൂ, പിസ്ത അല്ലെങ്കിൽ ഉഴുന്നുവട, പിന്നെ 1 cup മിൽക്ക്. നൈറ്റ് എഗ് പറാത്ത വിത്ത് കേർഡ്. ഓക്കെ കഴിഞ്ഞു. ഓക്കെ അപ്പൊ എല്ലാവരുടെയും റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞായറാഴ്ചകളിലൊക്കെ കുട്ടികൾക്ക് എന്ത് ഉണ്ടാക്കി കൊടുക്കുക, വെറൈറ്റീസ് ആയിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. വെറൈറ്റീസ് ഓക്കെ ഒന്ന് അടുത്ത് കാണിക്കാമോ? മിസ് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാ ഞാനൊരു അത്യാവശ്യത്തിന് പുറത്തേക്ക് പോയതാണ്. ഉണ്ടോ പറയാനായിട്ടുണ്ടോ? ഞാൻ ചാർട്ടിലാണ് ചെയ്തിരിക്കുന്നത് മിസ്. ഞങ്ങളെല്ലാം ചാർട്ടിലാണ് ചെയ്തിരിക്കുന്നത്. കാണാമോ? ചാർട്ട് കാണാമോ? കാണാം പക്ഷെ എഴുതിയിരിക്കുന്നത് ക്ലിയർ അല്ല. ഒന്നുകൂടി സൂം ചെയ്ത് കഴിഞ്ഞാല് ചിലപ്പോ കാണാൻ പറ്റുമായിരിക്കും. ഒരു മിനിറ്റ് മിസ്.
ഓക്കെ ഓക്കെ, കാണുന്നുണ്ട്, ചെറുതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒന്നും കൂടി സൂം ചെയ്തേ. കാണുന്നുണ്ടോ? കാണുന്നുണ്ട് കാണുന്നുണ്ട്. ക്ലിയർ അല്ല, എന്നാലും കാണുന്നുണ്ട്. നന്നായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മിസ് ഞാനും എഴുതിയിട്ടുണ്ട്. മിസ് ഞാനും ചാർട്ട് ക്ലാസ്സിൽ എഴുതിയവരൊക്കെ ഒന്ന് കാണിച്ചോളൂ. എന്നാ വീഡിയോ ഓൺ ചെയ്തൊന്ന് കാണിച്ചോളൂ. മിസ്സേ ഞാനും എഴുതിയിട്ടുണ്ട്. ഞാൻ നോക്കാം. കാണിച്ചോളൂ, ഓരോരുത്തരായിട്ട് കാണിച്ചു. ആരൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? ആര്യ എഴുതിയിട്ടുണ്ടോ? ആര്യ, വികാസ് വീഡിയോ ഓൺ ചെയ്തെന്ന്. ഒരു മിനിറ്റ്. മിസ്സേ ഫാന്റാസ്റ്റിക്, അടിപൊളി. മിസ് എന്റെ പേര് അജിത. ഹെൽത്തി മീൽ പ്ലാൻ ഫോർ കിഡ്സ്. മൺഡേ ഓട്സ് വിത്ത് ആപ്പിൾ. അത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. മിഡ് മോർണിംഗില് എ ഗ്ലാസ് ഓഫ് ഫ്രൂട്ട് ജ്യൂസ്. ലഞ്ചിന് റൈസ്, ഫിഷ് കറി, വെജീസ്. ഈവനിങ് സ്നാക്സ് അവൽ ഉപ്മ. ഡിന്നറിന് ചപ്പാത്തി വിത്ത് വെജീസ് കറി. ബെഡ് ടൈമില് കപ്പ് ഓഫ് മിൽക്ക്. ട്യൂസ്ഡേ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലി വിത്ത് ഗ്രീൻ ചട്നി. മിഡ് മോർണിംഗ് കപ്പ് ഓഫ് മിൽക്ക് ആൻഡ് കുക്കീസ്. ലഞ്ചിന് റൈസ്, ചട്നി, കർഡ്, റെഡ് ബീൻസ് സ്ട്രൈ ഫ്രൈ, ചീരത്തോരൻ. പിന്നെ ഈവനിങ് സ്നാക്ക് കസ്റ്റർഡ്, പായസം. ഡിന്നറിന് ദാൽ കിസ്ഡി ആൻഡ് വെജീസ് കറി. പിന്നെ ബെഡ് ടൈമില് മിൽക്ക്. പിന്നെ വെനസ്ഡേ ദോശ വിത്ത് കോക്കനട്ട് ചട്നി. മിഡ് മോർണിംഗ് സ്നാക്ക് സീസണബിൾ ഫ്രൂട്ട്. ലഞ്ചിന് റൈസ്, ഫിഷ് കറി, അവിയൽ. നെക്സ്റ്റ് ഈവനിങ് സ്നാക്ക് വെജിറ്റബിൾ സൂപ്പ്. ഡിന്നറിന് വെജിറ്റബിൾ പുലാവ് ആൻഡ് ദാൽ കറി. പിന്നെ ബെഡ് ടൈമിന് മിൽക്ക്. തേഴ്സ്ഡേ റവ കിച്ചടി ആൻഡ് ബനാന. മിഡ് മോർണിംഗ് സ്നാക്ക് ഫ്രൂട്ട്, ആപ്പിള്. ലഞ്ചിന് റൈസ്, സ്മാഷ്ഡ് പൊട്ടറ്റോസ്, ഫിഷ് കറി. ഈവനിങ് സ്നാക്ക് 1 ആപ്പിൾ. ഡിന്നറിന് സൂപ്പ്, വെജിറ്റബിൾ കട്ട്ലറ്റ് വിത്ത് പൊട്ടറ്റോ. പിന്നെ കപ്പ് ഓഫ് മിൽക്ക് ബെഡ് ടൈം. ഫ്രൈഡേ അപ്പം വിത്ത് എഗ് കറി. മിഡ് മോർണിംഗ് സ്നാക്ക് റോസ്റ്റഡ് ബ്രെഡ് വിത്ത് മിൽക്ക്. ലഞ്ചിന് റൈസ്, ഫിഷ് കറി, ബീട്രൂട്ട് പച്ചടി, ഫിഷ് ഫ്രൈ. പിന്നെ ഈവനിങ് സ്നാക്ക് കേക്കാണ്. പിന്നെ ഡിന്നറിന് ബീഫ് ദോശ, വെജീസ് കറി, കപ്പ് ഓഫ് മിൽക്ക്. സാറ്റർഡേ റാഗി ദോശ വിത്ത് വെജിറ്റബിൾ കറി. ഈവനിങ് മോർണിംഗ് സ്നാക്ക് ഓറഞ്ച്, 1 ഓറഞ്ച്. ലഞ്ചിന് റൈസ് ഫ്രൈ, മറ്റേ ഇതില്ലയോ എന്തുവാ വൻപയർ തോര്, അതിന്റെ ഇംഗ്ലീഷ്. പിന്നെ വെജീസ് കറി. പിന്നെ ഈവനിങ് സ്നാക്ക് ബനാന. ഡിന്നറിന് ചപ്പാത്തി വെജിറ്റബിൾ കറി. പിന്നെ ബെഡ് ടൈമില് മിൽക്ക്. സൺഡേ ഇടിയപ്പം വിത്ത് വെജിറ്റബിൾ കറി. പിന്നെ മോർണിംഗ് സ്നാക്ക് സ്ലൈസ്ഡ് ബനാന. പിന്നെ ലഞ്ചിന് റൈസ്, ഫിഷ് കറി, സാമ്പാർ, രസം. പിന്നെ ഈവനിങ് സ്നാക്ക് സൂജി ശീര, റവ കേസരി. പിന്നെ ഡിന്നറിന് റൈസ്, കർഡ്, വെജീസ്. പിന്നെ കപ്പ് ഓഫ് മിൽക്ക്. താങ്ക് യു സർ. വെരി ഗുഡ്. അതുപോലെ ഉണ്ട് നഴ്സറി, ഒരു പ്ലേ സ്കൂൾ അല്ലെങ്കിൽ ഒരു ക്ലാസ് മുറിയില്ലേ, അത് കണ്ടതുപോലെ തോന്നുന്നു എനിക്ക്. നന്നായിട്ട് ചെയ്യൂ കേട്ടോ. അജിത എന്നല്ലേ പേര്? അജിത. അജിത. ഞാൻ എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുണ്ടോ? ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടാൽ മതിയോ? നെക്സ്റ്റ് ക്ലാസ്സില് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോ നിങ്ങൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അടുത്ത ക്ലാസ്സിലും കൊണ്ടുവരിക, അടുത്ത് തന്നെ ഉണ്ടായിരിക്കുക നിങ്ങളുടെ ചാർട്ട് കേട്ടോ. ഓക്കെ, ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടോ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.
താങ്ക് യു മാം. താങ്ക് യു.